ഹലോ, നമുക്കിന്ന് പെട്ടെന്ന് തന്നെ ഒരു സ്നാക്ക് ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ അത്. സ്നാക്കായിട്ട് മാത്രമല്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ട് നമുക്കതിൽ ആവശ്യമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5-6 കാഷ്യൂ, അതുപോലെ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനത് രണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് വേണ്ട എന്നുണ്ടെങ്കിൽ, നട്ട്സ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സ്റ്റെപ്പ് തുടങ്ങി ചെയ്താൽ മതി. ഞാൻ അതേ പാനിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് ശർക്കര, ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത ശർക്കരയാണ്. നിങ്ങൾക്ക് പൊടിയായിട്ടാണെങ്കിൽ പൊടിയായിട്ട് ഒരു 1/2 കപ്പ് ശർക്കര എടുക്കാം. അല്ലെങ്കിൽ ബെല്ലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതായാലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. നൂൽപ്പാവൊന്നും ആക്കി എടുക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് അതൊന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് പിന്നെ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഞാനിപ്പോൾ ഒരു 1/2 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് എനിക്കത് തേങ്ങ കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാനൊരു ഒരു കപ്പും പിന്നെ ഒരു 1 ടേബിൾ സ്പൂണൊക്കെ ആയിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അത് നമുക്ക് എന്തോരം വേണം, അല്ലെങ്കിൽ നമുക്ക് തേങ്ങയുടെ ടേസ്റ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആയി വിടും. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന നട്ട്സും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യും കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഡ്രൈ ആകുമ്പോൾ വെള്ളമൊക്കെ മാറ്റി എല്ലാം ഒന്ന് മിക്സായി ഡ്രൈ ആകുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു മീഡിയം മധുരമുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്സ് റെഡിയായി. നമുക്കിനി ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ബാറ്റർ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് ആട്ട വെച്ചിട്ടാണ്, നമ്മുടെ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് നമുക്ക് മൈദ വെച്ചിട്ടും ചെയ്യാം. മൈദ സെയിം അളവിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മൈദ വെച്ചിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പ് ആട്ടപ്പൊടിയും അതിലേക്ക് ഒരു മുട്ട കൊത്തി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇച്ചിരി ഉപ്പും പിന്നെ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ 1/2 കപ്പ് വെള്ളം വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒന്നും കൂടി അടിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള 1/2 കപ്പും കൂടി ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ പ്ലേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാലായാലും ആഡ് ചെയ്ത് കൊടുക്കട്ടെ. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കുറച്ചും കൂടി കൂടുവേ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ആ ഒരു കളർ യെല്ലോ കളറിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് വരുമല്ലോ, അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ ദോശ ചുടുന്നത് പോലെ ഒരു പാൻ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീ സ്പ്രെഡ് ചെയ്യാം. ഞാനിപ്പോൾ ഗീ ഒന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല, വെറുതെ നോർമലായിട്ട് ദോശ ഇടാം. അല്ലെങ്കിൽ മുകളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗീ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്യാം. ഞാനിപ്പോൾ അതും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ദോശയുടെ മുകളിൽ ഒരു നനവ് മാറി വരുമ്പോൾ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഫില്ലിങ്സ് ഓവർ ഫില്ല് ചെയ്യേണ്ട, ഒരു 1 അല്ലെങ്കിൽ 1.5 സ്പൂൺ അത്രയും മതി. അത് വെച്ചിട്ട് അപ്പോൾ തന്നെ റോൾ ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ നിൽക്കണ്ട. പിന്നെ അപ്പോൾ റോൾ ചെയ്ത് അങ്ങനെ സെറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ മറിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒരു 30 സെക്കൻഡ്സോളം ഓരോ സൈഡ് വെച്ചിട്ട് ഒന്ന് വേവിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അത് പൊട്ടി പോകാനായിട്ട്, ഉള്ളിലത്തെ ഫില്ലിങ്സ് പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പുറത്തേക്ക് ഇട്ട് ഒരു 30 സെക്കൻഡ്സ് വെച്ചിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബാറ്ററും റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നും നോർമലായിട്ട് കഴിക്കുന്ന ഗോതമ്പ് ദോശയോ അല്ലെങ്കിൽ അരിദോശയോ ഒക്കെ മാറ്റി പിടിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് സ്നാക്സ് ആയിട്ടോ അല്ലെങ്കിൽ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവൻ ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനായിട്ടോ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. കുട്ടികൾ ഇഷ്ടപ്പെട്ട് ഇത് കഴിക്കുകയും ചെയ്തോളും. നമുക്കിതിന് വേറെ ഇനി സൈഡ് ഡിഷ് ഒന്നും. ഞാനിപ്പോൾ ബാറ്ററിയുടെ റെഡിയാക്കി എടുത്തപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മുട്ട ഒരെണ്ണമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയുടെ അളവ് കൂട്ടിയിട്ട് ഒരു 2 മുട്ടയും വെള്ളത്തിന് പകരം പാലും കൂടി ആക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഹെൽത്തി ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ശർക്കര വേണ്ട എന്നുണ്ടെങ്കിൽ തേങ്ങ മാത്രമായിട്ടും അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതൊരു ഹെൽത്തി സ്നാക്കായിട്ട് അവർക്കായാലും നമുക്ക് വീട്ടിൽ കഴിക്കാനായിട്ടും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കപ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കിയപ്പോൾ എനിക്കൊരു 5 റോള് ഉണ്ടാക്കാനാണ് പറ്റിയിരുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് ഒരു മീഡിയം, ഭയങ്കര വലിയതായിട്ടുള്ള ദോശയല്ല, ഒരു മീഡിയം ആയിട്ടുള്ള ദോശയാണ്. ഇത് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാനും ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് കാണാനും പിന്നെ അവർക്ക് കഴിക്കാനും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മേപ്പിൾ സിറപ്പോ അല്ലെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പോ അങ്ങനെ എന്തെങ്കിലും മുകളിൽ ജസ്റ്റ് ഒന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ലഞ്ച് ബോക്സൊക്കെ കൊടുത്തയക്കുകയാണെങ്കിൽ ഇങ്ങനെ ഹാഫായിട്ട് അപ്പോൾ അവർക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇങ്ങനെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ വീട്ടിൽ കഴിക്കാനാണ് കൊടുക്കുന്നത്. ജസ്റ്റ് മുകളിൽ ഇച്ചിരി ഹണി ഒഴിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഈ പ്ലേസിൽ ചോക്ലേറ്റ് സിറപ്പോ അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ സിറപ്പ് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമ്മളിങ്ങനെ സ്പെഷ്യൽ വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിലൊന്ന് സ്നാക്സ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.